ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ്. അതായത് ഒരു ഫ്യൂ മന്ത്സിന് ശേഷം പിന്നെ അടുപ്പിച്ചിടുന്ന ഒരു സെക്കൻഡ് വീഡിയോ. രാവിലെ തന്നെ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് പുറത്ത് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രഷൊക്കെ ചെയ്തൊന്ന് കുളിച്ചു. ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് കിടക്കാം. സോ ഫൈനലി ഐ എം ഡൺ വിത്ത് മൈ സ്കിൻ കെയർ. ഇനി കുറച്ച് നേരം സണ്ണിനെ വായി നോക്കിയിരിക്കാം. വൈറ്റമിൻ്റെ കുറവ് നല്ലപോലെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം സണ്ണിനെ ഫേസ് ചെയ്തിരിക്കണം. ആൻഡ് ഞാൻ എൻ്റെ ന്യൂ നെയിൽസ് ചെയ്തു. ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയൂ. ഇന്നത്തെ നമ്മുടെ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോകണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് പുട്ടും പഴമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തട്ടിയ ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ് എനിക്ക് വാങ്ങിക്കാനുള്ളത്. അതായത് ഈ പെയിൻറ്റ്, ക്ലേ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വാങ്ങിക്കണം. അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന വഴിക്ക് ഇവനെയും കൂടെ കൂട്ടി. ഇവനാണെങ്കിൽ അതിനെപ്പറ്റി അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ വന്നാൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, അതിൻ്റെ പേരെന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഇവനെ അങ്ങ് കൂടെ കൂട്ടി. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ബില്ലും പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ തന്നെ അടുത്തുള്ള ഒരു മോളിലോട്ടാണ് പോയത്. മോളിൽ ചെന്നിട്ട് ഞാൻ ആദ്യം കയറിയത് ട്രെൻഡ്സിലാണ്. കാരണം അവിടെ ഓഫേഴ്സും സെയിൽസ് എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അങ്ങോട്ട് കയറി. പിന്നെ മിറർ കണ്ടാൽ നമുക്കറിയാമല്ലോ, ഓഫ് കോഴ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കണം, വീഡിയോസോ ഫോട്ടോസോ എന്തെങ്കിലും പട്ടിഷോ കാണിക്കണം. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഈ തവണ ട്രെൻഡ്സിൽ കയറിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു സ്വെറ്റർ മാത്രമേ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം അവിടെ നിന്ന് തന്നെ ഇറങ്ങി നേരെ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. മോളിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. അവിടെ കയറിയതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്ക് ഹാരി പോട്ടറിൻ്റെ ഒരു കിൻഡർ ജോയ് വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ അല്ലാതുള്ള ഐറ്റംസ് എല്ലാം കണ്ടു. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുന്നതാണ്. വാങ്ങിക്കാനൊന്നുമല്ല, ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ പ്രോഡക്റ്റ്സ് എടുക്കുമ്പോഴും ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഇതിനെപ്പറ്റിയുള്ള നിൻ്റെ അഭിപ്രായം എന്താ. കാരണം അത് കേൾക്കാൻ നല്ല രസമാണ്. അതുകൊണ്ടാണ് ഞാനിവനെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുന്നത്. പിന്നെ എനിക്കൊരു ബ്ലെൻഡർ വാങ്ങിക്കണമായിരുന്നു. എൻ്റെ ബ്ലെൻഡർ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലെൻഡർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ഒരെണ്ണത്തിന് മോളിൻ്റെ അകത്തുനിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് 150 റുപ്പീസാണ്. അപ്പോൾ ഞാൻ കരുതിയത് നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മഗ്, ചെറിയൊരു മഗ്, കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞാൻ അതും തിരിച്ചു വെച്ചു. ജസ്റ്റ് 19 രൂപയുള്ള ഇത് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് പുറത്തിറങ്ങുന്നത് എന്ന് വിചാരിച്ച് അത് ഞാൻ തിരിച്ചു വെച്ചു. ഇനിയാണ് മെയിൻ ഐറ്റം, ഹാരി പോട്ടറിൻ്റെ കിൻഡർ ജോയ്. ആക്ച്വലി ഇതിവിടെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ കിൻഡർ ജോയ് വാങ്ങിക്കണമായിരുന്നു, പക്ഷേങ്കിൽ ഒരെണ്ണമായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇത് 3 എണ്ണം ഉള്ളതുകൊണ്ട് 150 റുപ്പീസാണ്. 3 എണ്ണം അതിനകത്തുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഒരെണ്ണമായിട്ട് വാങ്ങിക്കാനായിരുന്നു. അങ്ങനെ കിട്ടിയതുമില്ല. അതുകൊണ്ട് തന്നെ ഹാരി പോട്ടറിൻ്റെ കിൻഡർ ജോയ് എടുത്തതുമില്ല, അതവിടെ തിരിച്ചു വെക്കുകയും ചെയ്തു. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രഹസനങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമ്മൾ ഈ ഇപ്പിയും പാസ്തയൊന്നും വാങ്ങിച്ചിട്ടില്ല, വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഇതെല്ലാം കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കിയ ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു കപ്പിലുള്ള ഒരു പാസ്ത. എനിക്കിത് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ഭംഗിയുണ്ട്, കവറിങ്ങും സംഭവങ്ങളൊക്കെ. പിന്നെ പാസ്ത എനിക്ക് അധികം ഫേവറേറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, തിരിച്ച് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ മാളിൽ നിന്ന് വലിയ കാര്യമായിട്ട് എസ്തെറ്റിക്കായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കയറിയിട്ട് ഒന്നും വാങ്ങിക്കാതെ വെറുതെ അങ്ങ് ഇറങ്ങി വരുവാണ്. അതിനുശേഷം നമ്മൾ നേരെ ഗെയിമിങ്ങിൻ്റെ സെക്ഷനിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പിള്ളേർക്കുള്ള ഗെയിംസാണ് മോസ്റ്റ്ലി ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ട് അവർ ചെയ്യുന്നതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. എല്ലാ ഷോപ്പിലും കയറിയിട്ട് ഞങ്ങൾ വെറുതെ തിരിച്ചിറങ്ങുകയാണ്. അതാണ് ഇപ്പോൾ ശീലം. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. മോളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്തുള്ള വേറൊരു ഷോപ്പിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ഒരു ബ്ലൂ ലൈമും അവൻ ഓർഡർ ചെയ്തത് ഒരു ഓറിയോ ഷേക്കും ആയിരുന്നു. മാത്രമല്ല നമ്മളൊരു സ്പൈസി ഫ്രഞ്ച് ഫ്രൈസ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മൾ രണ്ടുപേരും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ട് ഒരു ലോങ് ഗ്യാപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ വിശേഷങ്ങളും കുറേ കോമഡികളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഫുഡ് വന്നപ്പോൾ കോൺസെൻട്രേഷൻ ഫുൾ അങ്ങ് ഫുഡിലേക്ക് ആയിപ്പോയി. അത് പിന്നെ അങ്ങനെയാണ്, ഏതൊരു കാര്യം എടുത്താലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്